നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ ഇറാനെ ഒതുക്കാൻ സംയുക്തമായ പദ്ധതികൾ മെനഞ്ഞിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള സഖ്യം ചരിത്രത്തിലില്ലാത്ത വിധം തകർച്ചയിലേക്ക് നീങ്ങുന്നു. അമേരിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്താനുള്ള നെതന്യാഹുവിന്റെ ഔദ്യോഗികമായ അഭ്യർത്ഥന അമേരിക്ക പൂർണ്ണമായും അവഗണിച്ചു. അടുത്തയാഴ്ച നിശ്ചയിച്ചിരുന്ന അമേരിക്കൻ സന്ദർശനം ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നാണം കെട്ട് റദ്ദാക്കേണ്ടി വന്നു. ആഗോള മാധ്യമമായ ആക്സിയോസ് ആണ് ഈ വിവരം ആദ്യമായി ലോകത്തിനു മുന്നിൽ പുറത്തുവിട്ടത്. തങ്ങൾ ഒരുമിച്ച് തുടങ്ങിയ ഇറാൻ വിരുദ്ധ യുദ്ധത്തിൽ നിന്നും ട്രംപ് തന്ത്രപരമായി പിന്നോട്ടു പോകുന്നതും ഇരു കൂട്ടരുടെയും താൽപര്യങ്ങൾ പരസ്പരം വ്യതിചലിക്കുന്നതുമാണ് ഈ നയതന്ത്ര പരാജയത്തിന് പിന്നിലെന്നാണ് സൂചനകൾ. എന്തായാലും ട്രംപുമായി എങ്ങനെയെങ്കിലും ഒരു വ്യക്തിഗത കൂടിക്കാഴ്ച നടത്താൻ നെതന്യാഹു എത്ര ശ്രമിച്ചിട്ടും അതിനുള്ള താൽപര്യം ആര് കാണിക്കുന്നില്ല? അമേരിക്ക കാണിക്കുന്നില്ല. അപ്പോൾ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഷെഡ്യൂൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പേര് ഉൾപ്പെടുത്താൻ പോലും അമേരിക്ക ഇന്നത്തെ സാഹചര്യത്തിൽ തയ്യാറാകുന്നില്ല എന്നാണ് വൈറ്റ് ഹൗസിൽ നിന്നുമുള്ള റിപ്പോർട്ട്. ഇസ്രായേൽ നേതാവിനോട് ഡൊണാൾഡ് ട്രംപിന് വ്യക്തിപരമായി ഉണ്ടായ കടുത്ത അതൃപ്തിയാണ് ഈ കടുത്ത അവഗണനയ്ക്ക് കാരണമായത്. ട്രംപിന്റെ അങ്കാറ സന്ദർശനത്തിന് തൊട്ടു മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കൻ മാധ്യമമായ ഫോക്സ് ന്യൂസിൽ പ്രത്യക്ഷപ്പെടുകയും തുർക്കിക്ക് അത്യാധുനിക F-35 യുദ്ധവിമാനങ്ങൾ വിൽക്കാനുള്ള അമേരിക്കൻ തീരുമാനത്തെ പരസ്യമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം നയതന്ത്ര തീരുമാനങ്ങളിൽ ഇടപെടാൻ നെതന്യാഹുവിന് യാതൊരു അവകാശവുമില്ല എന്നും ഇസ്രായേലിന്റെ ഈ അഹങ്കാരം അതിരു കടന്നതാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് വിലയിരുത്തിയിരുന്നു. എന്തായാലും ഇതിനു പുറമെ അമേരിക്കയെ തെറ്റിദ്ധരിപ്പിച്ച് ഇറാനെതിരെ യുദ്ധം കൊടുമ്പിരി കൊള്ളിക്കാൻ ഇസ്രായേൽ നടത്തിയ ചില രഹസ്യ നീക്കങ്ങളും അമേരിക്കയ്ക്ക് തിരിച്ചടിയുണ്ടാക്കി. എന്തായാലും ട്രംപ് തുർക്കിയിലായിരുന്നപ്പോൾ അദ്ദേഹത്തെ വധിക്കാൻ ഇറാന്റെ നേതൃത്വത്തിൽ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന വ്യാജ ഇന്റലിജൻസ് റിപ്പോർട്ടുമായി ഇസ്രായേൽ അമേരിക്കയെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കനത്ത സുരക്ഷാ മുന്നറിയിപ്പുകളോടെ ട്രംപിന്റെ ഔദ്യോഗിക വിമാനം പോലും മാറ്റേണ്ടി വന്നത്. എന്നാൽ പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഇസ്രായേൽ നൽകിയ ഈ ഇന്റലിജൻസ് വിവരം തികച്ചും സ്ഥിരീകരിക്കപ്പെടാത്തതും വ്യാജവുമാണ് എന്ന് വ്യക്തമാവുകയും ചെയ്തു. അപ്പോൾ തുർക്കി സുരക്ഷാ ഏജൻസികൾ നടത്തിയ ഈ അന്വേഷണത്തിൽ ട്രംപിനെതിരെ അത്തരം പദ്ധതികളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം സ്പഷ്ടമായി. ഇറാനെ വില്ലനാക്കി ചിത്രീകരിച്ച് അമേരിക്കയെ വലിയൊരു യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ഇസ്രായേലിന്റെ കുത്സിത ബുദ്ധിയാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കുരുത്തക്കേടായ ബുദ്ധിയാണ് അവിടെ വ്യക്തമായത്. എന്തായാലും ഇറാനെതിരെയുള്ള കള്ളപ്രചരണങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞു തകർന്നതോടെ അമേരിക്കൻ ജനപ്രതിനിധികൾക്കിടയിലും ഭരണകൂടത്തിലും നെതന്യാഹുവിനോടുള്ള വെറുപ്പ് സ്വാഭാവികമായും വർദ്ധിച്ചു. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് നൽകിയ കപടമായ പ്രവചനങ്ങളെയെല്ലാം പാടെ പരാജയപ്പെട്ടു എന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റായ JD വാൻസ് വ്യക്തമാക്കുന്നത്. എന്തായാലും യുദ്ധം കൃത്യമായി നീട്ടിക്കൊണ്ടു പോകാനും അതിലൂടെ ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയങ്ങളെ അട്ടിമറിക്കുവാനും നെതന്യാഹുവിന്റെ ക്യാബിനറ്റ് അംഗങ്ങൾ ശ്രമിച്ചു എന്നും ജോ റോഗന്റെ പ്രശസ്തമായ പോഡ്കാസ്റ്റിൽ വാൻസ് തുറന്നടിച്ചു. എന്തായാലും ഇസ്രായേലിന്റെ ഈ കുതന്ത്രങ്ങൾക്കുള്ള ഏറ്റവും വലിയ ശാസനയാണ് ഈ ആഴ്ച അമേരിക്കൻ കോൺഗ്രസിൽ നടന്ന നാടകീയമായ വോട്ടിംഗ് മാറിയത്. അപ്പോൾ അമേരിക്കൻ പ്രതിനിധി സഭയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽപ്പെട്ട 103 അംഗങ്ങളാണ് ഇസ്രായേലിന് നൽകി വരുന്ന സൈനിക സഹായത്തിൽ നിന്നും $3 ബില്യൺ, അതായത് ഏകദേശം 25,000 കോടി രൂപ വെട്ടിക്കുറയ്ക്കാൻ അനുകൂലമായി വോട്ട് ചെയ്തത്. വാലറ്റിൽ പണം നൽകി തങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് യുദ്ധം ചെയ്യിക്കാമെന്ന ഇസ്രായേലിന്റെ അപ്രമാദിത്വത്തിന് ഏറ്റ കനത്ത തിരിച്ചടി കൂടിയായിരുന്നു ഇത്. പാശ്ചാത്യ രാജ്യങ്ങളെ മുൻനിർത്തി പശ്ചിമേഷ്യയിൽ വലിയൊരു യുദ്ധം അഴിച്ചുവിട്ട് ഇറാനെ തകർക്കാമെന്ന അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന്റെ വ്യാമോഹങ്ങൾക്കാണ് ഇവിടെ തിരശീല വീണത്. അമേരിക്കയുടെ ഇത്തരം ആഭ്യന്തര കലഹങ്ങൾക്ക് ഇറാൻ എന്ന കരുത്തുറ്റ പരമാധികാര രാഷ്ട്രത്തിന് വലിയ നയതന്ത്ര വിജയമാണ് സമ്മാനിക്കുന്നത്. പ്രതിസന്ധികളിലും ഉപരോധങ്ങളിലും തളരാതെ തങ്ങളുടെ തദ്ദേശീയ പ്രതിരോധ ശേഷി ഉയർത്തിപ്പിടിച്ച ഇറാന്റെ നിശ്ചയദാർഢ്യം ശരിയാണ് എന്ന് കാലം തെളിയിക്കുകയാണ്. സാമ്രാജ്യത്വ ശക്തികളുടെ കള്ളപ്രചരണങ്ങളെയും വ്യാജ വാർത്തകളെയും അതിജീവിച്ചുകൊണ്ട് അതിശക്തമായാണ് ഇറാൻ നേരിടുന്നത്. തന്ത്രപരമായ നീക്കങ്ങൾ മിഡിൽ ഈസ്റ്റിൽ അവരുടെ ആധിപത്യം കൂടുതൽ ഉറപ്പിക്കാൻ കാരണമാവുകയാണ്. അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജനതയെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ട നെതന്യാഹുവിന്റെ ജനപ്രീതിയില്ലാത്ത ഭരണം ഇപ്പോൾ സ്വന്തം സഖ്യകക്ഷിയാൽ പോലും തഴയപ്പെടുന്ന അവസ്ഥയിലായി. ഒരു രാജ്യത്തെ ഭീഷണിപ്പെടുത്തി ദീർഘകാലം കീഴ്പ്പെടുത്താനാവില്ല എന്ന സത്യം ഇവിടെ പകൽ പോലെ വ്യക്തമാവുകയാണ്.